നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സമൂഹത്തിൻ്റെ മുഴുവൻ ഹിതവും സുഖവുമാണ് യജ്ഞത്തിൻ്റെ ലക്ഷ്യം. യജ്ഞത്തിൽ സമൂഹത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തവും ഉണ്ടായിരിക്കും. സമൂഹത്തിലെ ഓരോ അംഗത്തിൻ്റെയും ഉദ്ദേശം സമൂഹത്തിൻ്റെ മുഴുവൻ ശ്രേയസ്സായിരിക്കും. സമൂഹത്തിലെ ഓരോ അംഗത്തിനും സ്വാഭാവികമായും ആ ശ്രേയസിൻ്റെ പങ്ക് പറ്റാനാകുകയും ചെയ്യും. യജ്ഞത്തിൽ നമുക്ക് അനിവാര്യമായി വിധിച്ചിരിക്കുന്ന വേദത്തിലെ പ്രാർത്ഥനകളും ഇതേ തരത്തിൽ നമ്മുടെ ഏവരുടെയും നന്മയുള്ളവയുമാണ്. വൈദിക പ്രാർത്ഥനകളിൽ ഞാൻ, എനിക്ക് തുടങ്ങിയ ഏകവചന പ്രയോഗങ്ങളില്ല. പകരം നാം, നമുക്ക് തുടങ്ങിയ ബഹുവചന പ്രയോഗങ്ങളാണ് ഒട്ടുമിക്കവാറും എല്ലായിടത്തും കാണുക. പ്രസിദ്ധമായ ഗായത്രി മന്ത്രത്തിൽ സവിത്രദേവൻ്റെ വരേണ്യ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അത് നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹാമൃത്യുഞ്ജയ മന്ത്രം ശംനോ മിത്ര ശംവരുണേ ഭദ്രം കർണേഭ്യേ ശൃണുയാമ ദേവ തുടങ്ങിയ ഉപനിഷത്ത് ശാന്തി മന്ത്രങ്ങൾ, ഐക്യമത്യ സൂക്തം, രുദ്രസൂക്തം ഇങ്ങനെയുള്ള മന്ത്രങ്ങളിലൊക്കെ സാമൂഹിക നന്മയ്ക്കുള്ള പ്രാർത്ഥനകൾ കാണാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. പോർക്കു പുറപ്പെടുവാൻ ചൊൽ വരുണനെ പാർക്കരുതേതുമിനിയെന്നു ചൊല്ലുവിൻ. യുദ്ധമാകർണ്യ പ്രഭാസൻ വരുണഭൃത്യോത്തമനുത്തരം സത്വരം ചൊല്ലിനാൻ. ഇപ്പോഴിവിടെയില്ലല്ലോ ജലാധിപനുൽപ്പല സംഭവൻ തന്നെ സന്നിധം ഗീതങ്ങൾ കേൾപ്പതിനായങ്ങു പോയിതു ജാതമോദേന പൊയ്ക്കൊണ്ടാലുമാശു നീ. നിർജരാരാതിയാം നിന്നോടു പോർ ചെയ്തു നിർജിതന്മാരായി ചമഞ്ഞു കുമാരന്മാർ. നിന്നോടു നേരിടുവാനില്ലിനിയാരും വന്നു ജയിച്ച ഫലം തവ നിർണയം എന്നതു കേട്ടപഹാസവും ചെയ്തങ്ങു നന്ദിച്ചു പുഷ്പകമേറി നടകൊണ്ടാൻ. ദേവദൈതേയ ഗന്ധർവമുനി സിദ്ധദർവീകര നരകിന്നര യക്ഷാദിവംശങ്ങളിലുള്ള
ദിവ്യാംഗനമാരെ സംശയമെന്നിയെ ചെന്നു പിടിപെട്ടു പുഷ്പകം തന്നിൽ കരേറ്റി അവരുടെ വിപ്രലാപം കേട്ടലിയും ശിലകളും. ഹാ ഹാ ജനക ഹാ ഹാ മമ വല്ലഭ ഹാ ഹാ ജനനീ ഹാ ഹാ മമ നന്ദന ഹാ ഹാ സഹജ പിതൃവ്യാ ഗുണാംബുധേ നിങ്ങളെയും പിരിഞ്ഞെത്രയും ദുഃഖിച്ചു ഞങ്ങളീ വണ്ണമകപ്പെട്ടു ദൈവമേ. ഇനി രാമായണ ദർശനം. വരുണലോകത്തെത്തിയ രാവണൻ വരുണപുത്രന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. യുദ്ധത്തിനായി വരുണനെ വെല്ലുവിളിച്ചെങ്കിലും വരുണൻ ബ്രഹ്മലോകത്ത് ഗീതങ്ങൾ കേൾക്കാൻ പോയതറിഞ്ഞ് താൻ വിജയിച്ചതായി പ്രഖ്യാപിച്ച് അവിടെ നിന്നും മടങ്ങി. ദേവ, ദൈത്യ, യക്ഷ, കിന്നര തുടങ്ങിയവരുടെ സ്ത്രീകളെ ബലമായി പിടിച്ചുകൊണ്ട് രാവണൻ ലങ്കയിലേക്ക് മടങ്ങി. നിരാലംബരായ ആ സ്ത്രീകൾ ഒരു ദിവ്യ സ്ത്രീയാൽ രാവണൻ കൊല്ലപ്പെടുമെന്ന് ശപിക്കുന്നു. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. വരുണലോകത്തിലെത്തി യുദ്ധത്തിന് വെല്ലുവിളിച്ച രാവണനെ വരുണപുത്രന്മാരെതിരിട്ടു. ഘോരമായ യുദ്ധം നടന്നു. വരുണപുത്രന്മാർ വീണു. അവരെ ശുശ്രൂഷിക്കാൻ സേനാനായകന്മാർ കൊണ്ടുപോയി. ആ സമയത്ത് രാവണൻ ഉച്ചത്തിൽ അലറി വെല്ലുവിളിക്കുകയാണ്. പോർക്കു പുറപ്പെടുവാൻ ചൊൽവരുണനെ പാർക്കരുതേതുമിനിയെന്നു ചൊല്ലുവിൻ. ഇത്തമാകർണ്യ പ്രഭാസൻ വരുണഭൃത്യോത്തമനുത്തരം സത്വരം ചൊല്ലിനാൻ. ഇപ്പോഴിവിടെയില്ലല്ലോ ജലാധിപനുത്പല സംഭവൻ തന്നെ സന്നിധൗ. ഗീതങ്ങൾ കേൾപ്പതിനായങ്ങു പോയതു ജാതമോദേന പൊയ്ക്കൊണ്ടാലുമാശു നീ. നിർജ്ജരാരാധിയാം നിന്നോട് പോർ ചെയ്തു നിർജിതന്മാരായി ചമഞ്ഞു കുമാരന്മാർ. നിന്നോട് നേരിടുവാനില്ലിനിയാരും വന്നു ജയിച്ച ഫലം തവ നിർണയം. എന്നതു കേട്ട് അപഹാസവും ചെയ്തങ്ങു നന്ദിച്ചു പുഷ്പകമേറി നടകൊണ്ടാൻ. ഉടനെ വരുണനോട് യുദ്ധത്തിന് പുറപ്പെടാൻ പറയൂ, ഇനി കാത്തു നിൽക്കാൻ എനിക്ക് പറ്റുകയില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു രാവണൻ. ആ സമയത്ത് വരുണൻ്റെ ഭൃത്യന്മാരിൽ ഉത്തമനായ പ്രഭാസൻ മറുപടി പറഞ്ഞു, ജലാധിപനായ വരുണൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ബ്രഹ്മദേവൻ്റെ അരികെ ഗീതങ്ങൾ കേൾക്കുവാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് നീ വേഗം തന്നെ തിരിച്ചു പോയിക്കൊള്ളൂ. ദേവശത്രുവായ നിന്നോട് ഇപ്പോൾ പോർ ചെയ്യാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഇപ്പോൾ നീ തിരിച്ചു പോയിക്കൊള്ളൂ. നീ ജയിച്ച ഫലം തന്നെയാണ് എന്നത് കേട്ട് വരുണനെ അപഹസിച്ചുകൊണ്ട് താൻ ജയിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടി പുഷ്പകമേറി അവിടെ നിന്ന് രാവണൻ തിരികെ പോവുകയാണ്. ദേവദൈതേയ ഗന്ധർവ മുനിസിദ്ധ ദർവീകര കിന്നരയക്ഷാദി വംശങ്ങളിലുള്ള ദിവ്യാംഗനമാരെ സംശയമെന്നിയേ ചെന്നു പിടിപെട്ടു. പുഷ്പകം തന്നിൽ കരേറ്റി അവരുടെ വിപ്രലാപം കേട്ടലിയും ശിലകളും. അങ്ങനെ ലോകോപദ്രവം ചെയ്തുകൊണ്ട് സ്വയം പരാജയപ്പെട്ടാൽ പോലും വിജയിച്ചെന്ന് കാഹളം മുഴക്കിക്കൊണ്ട് രാവണൻ സഞ്ചരിക്കുകയാണ്. ദേവന്മാരുടെയും ദൈത്യന്മാരുടെയും ഗന്ധർവന്മാരുടെയും മുനിമാരുടെയും സിദ്ധന്മാരുടെയും പന്നകങ്ങളുടെയും നരന്മാരുടെയും കിന്നരന്മാരുടെയും യക്ഷാദി വംശങ്ങളിലുള്ളവരുടെയും എല്ലാം ദിവ്യ സ്ത്രീകളെ, ദിവ്യ അങ്കനമാരെ, സ്ത്രീകളെ ഒരു സംശയവുമില്ലാതെ ചെന്ന് കയറി പിടിച്ച് തൻ്റെ പുഷ്പക വിമാനത്തിൽ കരേറ്റി അങ്ങനെ ലങ്കയിലേക്ക് കൊണ്ടുപോവുകയാണ് രാവണൻ ചെയ്യുന്നത്. അവരുടെ കരച്ചിൽ കേട്ടാൽ ശിലകൾ പോലും അലിഞ്ഞു പോകും. ഹാഹാ ജനക ഹാഹാ മമ വല്ലഭ ഹാഹാ ജനനി ഹാഹാ മമ നന്ദന ഹാഹാ സഹജ പിതൃവ്യ ഗുണാംബുധേ
നിങ്ങളെയും പിരിഞ്ഞെത്രയും ദുഃഖിച്ചു ഞങ്ങൾ ഈ വണ്ണമകപ്പെട്ടു ദൈവമേ. വിട്ടുകളകയുമില്ലിവനെങ്ങുമേ ദുഷ്ടൻ പിടിച്ചു ഭക്ഷിച്ചു കളകയോ. കൊല്ലുമതല്ലായിൽ പുലയാടിക്കുമില്ലൊരു നല്ലതൊരു ജാതിയും ഹരേ. മാരാതുരനായ നീചനൊരു ദിവ്യനാരി നിമിത്തം വരിക മരണവും. ഇത്തം കുലസ്ത്രീകളിട്ട ശാപത്തെയും മത്തനായേതു മറിഞ്ഞീല രാവണൻ. ഹാഹാ അച്ഛ, ആഹാ അമ്മേ, ഹാഹാ എൻ്റെ ഭർത്താവേ, ആഹാ മകനെ, സഹോദര, ഗുണാംബുധേ എന്നിങ്ങനെ വിളിച്ച് കരയുകയാണ് പുഷ്പകത്തിൽ നിന്നുകൊണ്ട് വിവിധ സ്ത്രീരത്നങ്ങൾ. നിങ്ങളെയെല്ലാം പിരിഞ്ഞ് എത്രയും ദുഃഖിച്ച് ഞങ്ങൾ ഇവൻ്റെ പിടിയിൽ അകപ്പെട്ടുവല്ലോ. ഇവനാണെങ്കിൽ ഞങ്ങളെ വിട്ടുകളയുകയുമില്ല. ഈ ദുഷ്ടൻ ഞങ്ങളെ ഭക്ഷിക്കുമോ, അതല്ല കൊല്ലുമോ, അതുമല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് വ്യഭിചരിപ്പിക്കുമോ? ഒരു വഴിയും കാണുന്നില്ലല്ലോ ഹരേ. കാമദേവനാൽ ആതുരനായ ഈ നീചൻ ഒരു ദിവ്യനാരി നിമിത്തം ഇവൻ മരിക്കുവാൻ ഇടവരട്ടെ. ഒരു ദിവ്യ സ്ത്രീ ഹേതുവായിട്ട് ഇവൻ മരിക്കാൻ ഇടവരട്ടെ. ഇങ്ങനെ കുലസ്ത്രീകൾ കൂട്ടത്തോടുകൂടി രാവണനെ ശപിച്ചു. പക്ഷെ അഹങ്കാരമത്തനായ രാവണൻ അതൊന്നും മനസ്സിലാക്കിയില്ല. ഭേരി നിനാദേന ലങ്കാപുരം പൂക്ക നേരമെതിരേറ്റു വന്ദിച്ചി ദേവരും. പൗരജനങ്ങൾ വിമാനത്തിന്മേൽ നിന്നു പാരിലിറങ്ങി വസിച്ചിതു രാവണൻ. അന്നേരമാ ശൂർപ്പണഖയും ഭ്രാതാവു തന്നോട് കേണു പറഞ്ഞു തുടങ്ങിനാൾ. പെരുമ്പറയോടുകൂടി ലങ്കയിലേക്ക് തിരിച്ചെത്തിയ രാവണൻ ആ രാവണനെ പരിചാരകന്മാരും മറ്റും വന്ദിച്ച് സ്വീകരിച്ച് പൂജിച്ചു. രാവണൻ വിമാനത്തിൽ നിന്ന് ഭൂമിയിലിറങ്ങി സുഖമായി ലങ്കയിൽ താമസിച്ചു. ശൂർപ്പണഖ വന്ന് സംസാരിക്കുന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരുന്നത് അഹങ്കാരത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ്. പ്രകൃതിക്ക് വഴങ്ങിക്കൊടുക്കുന്നവരെ ദുഃഖങ്ങൾ സ്പർശിക്കാറില്ല. നിത്യജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുകയാണ് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി. ഓം അമൃതേശ്വരി നമഃ. മനുഷ്യർ ജീവിതം മുഴുവനും തേടുന്നത് സന്തോഷമാണെങ്കിലും കിട്ടുന്നത് കൂടുതലും ദുഃഖാനുഭവങ്ങളാണ്. ഏകാന്തതയിലാണ് ആനന്ദം. അതാണ് അദ്വൈതാനുഭവം. എല്ലാം താൻ തന്നെ എന്നറിയുന്ന ജ്ഞാനിയുടെ അവസ്ഥ. എല്ലാം ഈശ്വരനാണെന്ന് അറിയുന്ന ദിവ്യാനുഭവം കൈവരുന്നു. അതിസുന്ദരമായ ഈ പ്രകൃതിയിൽ നിറഞ്ഞിരിക്കുന്നത് മുഴുവനും ഈശ്വരനാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ദുഃഖപൂർണമാണെന്ന് തോന്നിപ്പോകുന്നത്. രസകരമായ ഒരു കഥ ആ തത്വമാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരൻ അതിമനോഹരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചു. അത്യന്തം സുന്ദരമായ പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ഈശ്വരൻ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യം ഒരു പുരുഷനെയാണത്രേ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈശ്വരന് സംതൃപ്തിയായി. അല്പമൊന്ന് വിശ്രമിക്കാമെന്ന് കരുതി മുറിയിൽ കയറി കതകടച്ചു. അപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നതായി തോന്നി. ഈശ്വരൻ കതക് തുറന്നു നോക്കി. അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അവൻ പറഞ്ഞു, ഈ വിശാലമായ ലോകത്തിൽ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ബോറടിക്കുന്നു, എനിക്കൊരു കൂട്ട് വേണം. ഈശ്വരൻ വളരെ പറഞ്ഞു നോക്കി. ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്നാൽ ആർക്കെങ്കിലും ബോറടിക്കുമോ? ഏകാന്തതയുടെ സുഖം ആസ്വദിക്കൂ, നിശബ്ദതയുടെ സംഗീതം ശ്രവിക്കൂ. മനുഷ്യൻ കൂട്ടുവേണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഈശ്വരൻ പണിപ്പുരയിൽ ചെന്ന് നോക്കി. അസംസ്കൃത വസ്തുക്കളെല്ലാം തീർന്നിരിക്കുന്നു.
ഇനി എങ്ങനെ ഒരു സൃഷ്ടി നടത്തും? ഒടുവിൽ ഈശ്വരൻ പക്ഷിമൃഗാദികളെയെല്ലാം വിളിച്ചു കൂട്ടി ഒരു നോട്ടീസ് വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾക്ക് തന്ന ചില കാര്യങ്ങൾ പിൻവലിക്കുകയാണ്. എല്ലാ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ചിലതൊക്കെ പിൻവലിച്ച് ഈശ്വരൻ ഒരു പുതിയ സൃഷ്ടി നടത്തി. അതിസുന്ദരിയായ ഒരു സ്ത്രീ. ഈശ്വരന് തൻ്റെ സൃഷ്ടിയിൽ അഭിമാനം തോന്നി. മയിലിൻ്റെ ഭംഗി, കുയിലിൻ്റെ നാദം, മാൻപേടയുടെ ശാന്തത. ഈശ്വരൻ സ്ത്രീയെ പുരുഷന് സമ്മാനിച്ചു. ഇത്ര സുന്ദരമായ സൃഷ്ടി ഈശ്വരന് സാധിക്കുമെന്ന് പുരുഷനും വിചാരിച്ചില്ല. അവൻ സ്ത്രീയെയും കൊണ്ടുപോയി. കുറച്ചു ദിവസം വിശ്രമിക്കാമെന്ന് കരുതി ഈശ്വരൻ മുറിയിലേക്ക് കയറി. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ വാതിലിൽ മുട്ടുന്നു. നോക്കിയപ്പോൾ പുരുഷൻ അവിടെ നിൽക്കുന്നു. ഭഗവാനെ, എനിക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു കൂട്ട് വേണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് അബദ്ധമായി പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ അവൾ കാരണം എൻ്റെ ഉണ്ടായിരുന്ന സ്വസ്ഥതയെല്ലാം പോയി. ചില സമയത്ത് അവൾ മാൻപേടയെപ്പോലെ വലിയ സ്നേഹമാണ്. മറ്റു ചില സമയത്ത് കുയിലിനെ പോലെ പാടും. ചിലപ്പോൾ ചീറ്റപ്പുലിയുടെ സ്വഭാവമുണ്ട്. കാരണം പല ജീവികളുടെയും ഭാഗങ്ങളാണല്ലോ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഈ തന്നതങ്ങ് തിരിച്ചെടുത്താൽ മതി, എനിക്ക് ഒറ്റയ്ക്ക് കഴിയാനാണ് ഇഷ്ടം. അത്രയേ ഉള്ളൂ. ഈശ്വരൻ ചിരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഏകാന്തതയിലെ ശാന്തിയെക്കുറിച്ച്. ഈശ്വരൻ സ്ത്രീയെ തിരിച്ചെടുത്തു. വീണ്ടും ഈശ്വരൻ വിശ്രമിക്കാനിരുന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. തുറന്നപ്പോൾ പുരുഷൻ അവിടെ തന്നെ നിൽക്കുന്നു. എന്താ പ്രശ്നം? ഈശ്വരൻ തിരക്കി. അവൾ മഹാദേഷ്യക്കാരിയാണെങ്കിലും എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ വയ്യ. അവസാനം ഈശ്വരൻ സ്ത്രീയെ വീണ്ടും തിരിച്ചു കൊടുത്തു. ഇനിയും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് കരുതി. അല്പം കഴിഞ്ഞ് വീണ്ടും പുരുഷൻ വിളിക്കുന്ന ശബ്ദം കേട്ട് ഈശ്വരൻ വീണ്ടും വാതിൽ തുറന്നു. എനിക്ക് അവളില്ലാതെയും ജീവിക്കാൻ വയ്യ, അവൾക്കൊപ്പവും ജീവിക്കാൻ വയ്യ. ഇത്തവണ ഈശ്വരൻ യഥാർത്ഥത്തിൽ ദേഷ്യം വന്ന് കാണും. തീഷ്ണമായൊരു നോട്ടത്തോടു കൂടി ഈശ്വരൻ പറഞ്ഞു, ഇനിയും മേലാൽ ഇവിടെ കണ്ടുപോകരുത്. ഈ പ്രശ്നം നീ തന്നെ കൈകാര്യം ചെയ്താൽ മതി. ഏതായാലും അതിമനോഹരമായി പ്രപഞ്ചത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ തുടരുന്നു. സന്യാസം പോലെ തന്നെ പവിത്രമായിരുന്നു വിവാഹ ജീവിതവും. സന്യാസത്തിൽ പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഹോമിക്കുന്നതായി അഗ്നിദേവൻ്റെ മുന്നിൽ പ്രതിജ്ഞയെടുക്കുന്നു. ലോകത്തിനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. അതുവരെ സ്വാർത്ഥതയോടുകൂടി കഴിഞ്ഞ ഒരു വ്യക്തി അതൊക്കെ വെടിഞ്ഞ് മറ്റൊരാളുടെ സന്തോഷത്തിനു വേണ്ടി തൻ്റെ ജീവിതം ബലിയർപ്പിക്കുന്നതായിരുന്നു വിവാഹം. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ എല്ലാ സുഖങ്ങളും ത്യജിക്കാൻ രണ്ടുപേരും തയ്യാറാകുന്നു. ക്രമേണ എല്ലാവരും ഒരുമിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി തങ്ങളുടെ സുഖങ്ങളെല്ലാം ത്യജിക്കാൻ തയ്യാറാണെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ഇന്ന് സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമുള്ള ബന്ധങ്ങളാകുമ്പോൾ അവ എളുപ്പത്തിൽ തകർന്നു പോകുന്നു. ഓരോ പുരുഷനും ഓരോ സ്ത്രീയും അർദ്ധനാരീശ്വരന്മാരാണ്. പുരുഷൻ്റെ ഉള്ളിലുള്ള സ്ത്രൈണ ഗുണങ്ങളെ ഉണർത്തുവാൻ ബാഹ്യമായ ഒരു സ്ത്രീയുടെ സഹായം ലഭിക്കണം. സ്ത്രീയുടെ ഉള്ളിലുള്ള പൗരുഷ ഗുണങ്ങളെ ഉണർത്തുവാൻ ബാഹ്യമായ ഒരു പുരുഷൻ്റെ സഹായം വേണ്ടിവരും. ഈ ഗുണങ്ങൾ ഒരേപോലെ ഉണർന്നു കഴിയുമ്പോൾ അവർ ഗുണാതീതരാകും. അങ്ങനെ പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം ദിവ്യമായി കാണുന്ന, പരസ്പരം ആരാധിക്കുന്ന ഒരു ബന്ധമായിരുന്നു വിവാഹ ജീവിതത്തിലൂടെ അവർ ഉണ്ടാക്കിയത്. വാനപ്രസ്ഥത്തിലാകട്ടെ കാട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല. സേവന രംഗത്തിറങ്ങിയാൽ മതി. സന്യാസം എന്നാൽ സമ്പൂർണ്ണ വിരക്തി. സേവന രംഗത്തിനും അപ്പുറത്ത് പൂർണ്ണമായും തന്നെ ഈശ്വരന് സമർപ്പിച്ചു എന്ന ബോധത്തോടുകൂടി ഈ ലോകത്തിൽ കഴിയുന്നു. ഈശ്വരൻ്റെ എല്ലാ ഗുണങ്ങളും പ്രകാശിപ്പിക്കുവാനുള്ള ഉപാധിയായി ഈ ശരീരം മാറുമ്പോൾ നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ ആനന്ദിക്കുന്നു. അദ്വൈതാനുഭവം കൈവരുന്നു. ആ പരമഹംസ പദത്തിലെത്താനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. സന്ധ്യാദീപം
അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.